मैं आपकी प्यारी मोनालिसा। मैं अभी आ रही हूँ 14 फरवरी को केरला कालीकट बॉबी चमेटनूर। आप मुझसे मिलने के लिए आओगे ना? बाय बाय। കുംഭമേള തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ചാരക്കണ്ണുള്ള ഒരു സുന്ദരി സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. രുദ്രാക്ഷമാല വിറ്റുകൊണ്ട് സോഷ്യൽ മീഡിയ സ്റ്റാറായ വ്യക്തി മറ്റാരുമല്ല, മൊണാലിസയാണ്. ആ മൊണാലിസ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലേക്ക്, അതും കോഴിക്കോട്ടേക്ക് എത്തുകയാണ്. അത് മറ്റാരുടെയും ഒപ്പമല്ല, നമ്മുടെ സാക്ഷാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒപ്പം കോഴിക്കോട് ശാഖ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മൊണാലിസ എത്തുകയാണ്. ഫെബ്രുവരി 14 രാവിലെ 10:30 ഉദ്ഘാടനം നിർവഹിക്കുമെന്നാണ് മൊണാലിസയുടെ അഭിമുഖത്തോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ബോച്ചെ ഈ രംഗം പങ്കുവെക്കുകയുണ്ടായി. തീർച്ചയായിട്ടും എന്തായാലും ഒരു താര പരിവേഷം ഒന്നുമില്ലാത്ത, ഇപ്പോൾ പുതുതായി കടന്നു വന്ന് സ്റ്റാറായ ഒരു ആളാണ് മൊണാലിസ. തീർച്ചയായും ജനസാഗരം തന്നെ കോഴിക്കോട് അങ്ങാടിയിൽ തടിച്ചുകൂടും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് ആൾക്കാർക്കാണ് ബോച്ചയ്ക്ക് അഭിവാദ്യമായി എത്തിയിരിക്കുന്നത്. സിനിമാ നടികൾ മാത്രമല്ല, ഒരു ഹണി റോസ് പോയാൽ 100 മൊണാലിസ വരും എന്നാണ് ബോച്ചയുടെ ഫാൻസുകാർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. തീർച്ചയായിട്ടും കോഴിക്കോടിൻ്റെ മണ്ണിൽ, അത് ഫെബ്രുവരി 14, അതും ഒരു വാലന്റൈൻസ് ഡേ, തീർച്ചയായിട്ടും ആൾക്കാർ തടിച്ചു കൂടി ആ പരിപാടി വിജയിപ്പിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളത് തീർച്ചയായും സത്യമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മൊണാലിസ എന്ന് പറയുന്ന ഈ പാവപ്പെട്ട ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് രുദ്രാക്ഷ മാല വിൽക്കാൻ വേണ്ടി കുംഭമേള തുടങ്ങിയ സമയത്ത് വന്ന് തൻ്റെ കച്ചവടം നടത്തുന്നതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ പകർത്തിയ ചിത്രങ്ങൾ തികച്ചും വ്യത്യസ്തമായ സൗന്ദര്യവും സൗന്ദര്യം കൊണ്ട് തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയായിരുന്നു. തീർച്ചയായിട്ടും ഇനി കടന്നു വരുന്ന സുന്ദരിമാരിൽ തീർച്ചയായിട്ടും 1ാം സ്ഥാനത്തേക്ക് തന്നെ എത്തിപ്പെടാൻ സാധ്യതയുള്ള, അതുപോലെ തന്നെ സിനിമാ രംഗത്തായാലും ഫാഷൻ രംഗത്തായാലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഇനിയും കഴിവുള്ള ഒരു ആളെ തന്നെയാണ് ബോച്ചെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ തലമുത്തപ്പനായ നമ്മുടെ ബോച്ചെ തീർച്ചയായും ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ അദ്ദേഹം കവിച്ചു വെക്കാൻ ആരും തന്നെ ഇല്ല എന്ന് പറയണം. തീർച്ചയായിട്ടും ബിസിനസ്സിലെ രാജാവ് തന്നെയാണ് ബോച്ചെ. കാരണം ഇതിൻ്റെ മുമ്പേ തൻ്റെ ബിസിനസ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ട സമയത്ത് ഒരു ഫുട്ബോൾ താരത്തെ കൊണ്ടുവന്ന്, അത് മറഡോണയെ കൊണ്ടുവന്ന് ഒരു വലിയ ഒരു ബിസിനസ് സാമ്രാജ്യത്തിന് തിരികൊളുത്തുകയും അതുപോലെ തന്നെ വലിയൊരു മുന്നേറ്റം തൻ്റെ ബിസിനസ്സിൽ കാഴ്ചവെക്കാനും അദ്ദേഹത്തിന് സാധിക്കുകയുണ്ടായി. തീർച്ചയായും അതുപോലെ തന്നെ ഇപ്പോൾ ബോച്ചെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും, അതുപോലെ തന്നെ സമൂഹത്തിൽ ചെറിയ ഒരു ഇടിവ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മൊണാലിസ വന്ന് ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നതോടുകൂടി തികച്ചും വലിയൊരു മാറ്റത്തിനാണ് അദ്ദേഹം തിരികൊളുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഭാവിയിൽ ഒരുപാട് സിനിമാ നടികൾക്ക് മാത്രമല്ല, ഇത്തരം പാവപ്പെട്ടവർക്കും ഇത്തരം ഉദ്ഘാടനങ്ങൾ നിർവഹിക്കാനും അതുപോലെ തന്നെ സമൂഹത്തിൽ പുതിയ നല്ല ആൾക്കാരെ സംഭാവന ചെയ്യാനും കഴിയും എന്നുള്ള ഒരു മെസ്സേജ് കൂടി ബോച്ചെ തീർച്ചയായിട്ടും പുതിയ ഒരു സംഭാവന നൽകിയിരിക്കുകയാണ്. ബോച്ചയെ കൊണ്ടുവന്ന ഈ ഒരു പുതിയ രീതി തീർച്ചയായിട്ടും മറ്റ് ബിസിനസ്സുകാർക്കും അതുപോലെ തന്നെ ഉദ്ഘാടകർക്കും അനുകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മൊണാലിസ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ വന്ന് സ്റ്റാറായി പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയ കീഴടക്കി ഒരുപാട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു സ്റ്റാറായ വ്യക്തി തന്നെയാണ് മൊണാലിസ. തീർച്ചയായിട്ടും ഇപ്പോൾ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് പുതിയ ഒരു സിനിമയ്ക്ക്. ആ ചിത്രീകരണത്തിന് ഇടയിലാണ് കോഴിക്കോട്ടേക്ക് തീർച്ചയായിട്ടും അത് ബോബി ചെമ്മണ്ണൂരിൻ്റെ പുതിയ ഒരു ശാഖ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് മൊണാലിസ കോഴിക്കോട്ടേക്ക് എത്തുന്നത്. തീർച്ചയായും കോഴിക്കോടിൻ്റെ മണ്ണിൽ ഇതൊരു പുതിയ അനുഭവം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബിസിനസ്സിൻ്റെ തലമുത്തപ്പനായ നമ്മുടെ ബോച്ചെ തീർച്ചയായിട്ടും ഇത്തരം പുതിയ നീക്കങ്ങൾ പുത്തരിയൊന്നുമല്ല അദ്ദേഹത്തിന്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹം ഇതിന് മുന്നേയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഈ ഹണി റോസ് വിഷയത്തിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് സ്വല്പം ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തോടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രീതികളോടും ഒരുപാട് ജനങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പുകൾ എല്ലാം തന്നെ ജയിലിൽ പോയതോടുകൂടി നല്ല ഒരു മനുഷ്യത്വപരമായ ഒരു സമീപനം തീർച്ചയായിട്ടും ബോച്ചയോട് അവർ സ്വീകരിച്ചില്ല എന്ന് വേണമെങ്കിൽ നമുക്കും അവകാശപ്പെടാവുന്നതാണ്. തീർച്ചയായിട്ടും ബോച്ചയെ ഒരു നന്മമരമായി അവതരിക്കുകയാണ് സാക്ഷാൽ ജയിൽ പോയത് കൊണ്ട് ഉണ്ടായത് എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഹണി റോസിൻ്റെ ഉദ്ഘാടനമൊന്നും പരമാവധി കുറഞ്ഞിട്ടാണ് കാണപ്പെടുന്നത്. ഒരുപാട് ഉദ്ഘാടനങ്ങളൊന്നും ഇപ്പോൾ ഓടി നടന്ന് ചെയ്യേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല. കഴിഞ്ഞ പരിപാടികളെല്ലാം തന്നെ വളരെ മോശം അനുഭവമാണ് ഹണി റോസിന് ഉണ്ടായത്. മസ്കറ്റിൽ നടന്ന പരിപാടികൾ കൂക്കി വിളിച്ചും മാർപ്പ് വിളിച്ചും എല്ലാം ജനങ്ങൾ മോശമായ രീതിയിലാണ് ഹണി റോസിനോട് പ്രതികരിച്ചത്. അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും ബോച്ചെ ചെയ്തത് ഏകദേശം ശരിയായിരുന്നു എന്നും, അദ്ദേഹം ഒരു ബിസിനസ് ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് നടിമാരെയും അതുപോലെ തന്നെ സിനിമാ രംഗത്തുള്ള ആൾക്കാരെയും എല്ലാം കൊണ്ടുവരുന്നത്. അല്ലാതെ
കുർബാന ചെല്ലാനോ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കോ ഒന്നുമല്ല എന്ന് ബോച്ചെ തന്നെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി അദ്ദേഹം പയറ്റുന്ന ചെറിയ ചെറിയ അടവുകൾ തീർച്ചയായിട്ടും വെറുതെ അല്ല നടിമാർ അവിടെ വന്ന് ഉദ്ഘാടനം നിർവഹിച്ച് പോകുന്നത്. 10-40 ലക്ഷം രൂപ റെമ്യൂണറേഷൻ വാങ്ങിയതിന് ശേഷമാണ് ഇത്തരം നടിമാർ ഉദ്ഘാടനം നിർവഹിച്ച് കൈമടിച്ച് പോകുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ കൂടി വിറ്റ് കിട്ടുന്ന ലാഭത്തിൽ കൂടി മാത്രമേ അത് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മൊണാലിസ എന്ന് പറയുന്ന പുതിയ ഒരു സ്റ്റാർ, ഒരു താരോദയത്തിന് 15 ലക്ഷം രൂപ മാത്രം കൊടുത്തുകൊണ്ട് കോഴിക്കോട് ഉദ്ഘാടനം നിർവഹിക്കുന്ന ചെമ്മണ്ണൂർ ഫാഷൻ ജ്വല്ലറിയുടെ അംബാസിഡറായി തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മണ്ണിലേക്ക് അടുത്ത ഫെബ്രുവരി 14 തീയതി തീർച്ചയായിട്ടും വലിയ ഒരു മാറ്റത്തിന് ബോച്ചെ തിരികൊളുത്താൻ പോവുകയാണ്. തീർച്ചയായിട്ടും അതിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ഒരു വമ്പൻ ജനസാഗരം കോഴിക്കോട്ടുണ്ടാകുമെന്നാണ് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് എങ്ങനെയെന്ന് നിങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും ബോച്ചയുടെ അക്കൗണ്ടിൻ്റെ താഴെ 10,000-കണക്കിന് ആൾക്കാരാണ് ബോച്ചയ്ക്ക് അഭിവാദ്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സ്നേഹവുമായി എത്തിയിരിക്കുന്നത്. തീർച്ചയായും അവർ പറയുന്ന ഒരു ഡയലോഗ് എന്ന് പറഞ്ഞാൽ, ഒരു ഹണി റോസ് പോവുകയാണെങ്കിൽ 1000 മൊണാലിസമാർ ഇനിയും ബോച്ചയെ തേടി വരും എന്നാണ്. തീർച്ചയായിട്ടും അത് സത്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് സഹായങ്ങളും ജോലിയായിട്ടും മറ്റും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ബോച്ചയെ പോലെ ഒരു വ്യക്തി തീർച്ചയായിട്ടും മോശമായ ഒരു കമൻറ്റ് പറഞ്ഞപ്പോൾ അദ്ദേഹം മാപ്പ് പറഞ്ഞെങ്കിൽ അത് സ്വീകരിച്ച് അത് അവിടെ വെച്ച് തീർക്കുന്നതിന് പകരം പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ആ വിഷയങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട് വളരെ മോശപരമായ രീതിയിൽ അദ്ദേഹത്തെ ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് അത് മാറ്റപ്പെടേണ്ടതായിരുന്നില്ല. തീർച്ചയായിട്ടും ഇനി ഇങ്ങനത്തെ ഒരു കമൻറ്റ് ഉണ്ടായാൽ ഞാൻ പൊതുവായി അതിനെ പ്രതികരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാണിംഗ് എന്ന രീതിയിൽ അത് പറഞ്ഞപ്പോൾ തന്നെ ബോച്ചെ അത് തിരുത്തിയതാണ്. തീർച്ചയായും അതൊന്നും ചെവി കൊടുക്കാതെ അതല്ല നിയമത്തിൻ്റെ വഴിയിലാണ് താൻ സഞ്ചരിക്കുന്നത് എന്ന് വ്യക്തമാക്കി വളരെ പെട്ടെന്ന് തന്നെ കേസ് കൊടുക്കാൻ പോയ ഹണി റോസിന് ഇപ്പോൾ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ ഒന്നും കുറ്റം പറയാൻ വേണ്ടി സാധിക്കുകയില്ല. തീർച്ചയായിട്ടും ബോച്ചയ്ക്ക് ഇനിയുള്ള കാലം നല്ലത് ആണ് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും മൊണാലിസ കേരളത്തിൽ വന്നുകൊണ്ട് പുതിയ ഒരു ദൗത്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ സിനിമാ നടിമാരെ കൊണ്ടുള്ള ഉദ്ഘാടനം മടുത്തിരിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു പുത്തൻ അനുഭവമായിരിക്കാനാണ് സാധ്യത. തീർച്ചയായിട്ടും ഇത്തരം സമൂഹത്തിൽ പാവപ്പെട്ട് രുദ്രാക്ഷമാലയൊക്കെ വിറ്റ് ജീവിതം നയിക്കുന്ന ഇത്തരം പാവപ്പെട്ട സ്റ്റാറുകളെ കൊണ്ടുവന്ന് നാളെ അത് സിനിമാ രംഗത്തേക്കും അതുപോലെ തന്നെ ബിസിനസ് രംഗത്തേക്കും അതുപോലെ തന്നെ ഉദ്ഘാടന രംഗത്തേക്കും എല്ലാം അവർ കാലെടുത്ത് വെച്ച് നാളെ പുതിയ ഒരു സ്റ്റാറായി മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല ഒരു അനുഭവം അതുപോലെ തന്നെ നല്ലൊരു തീരുമാനവുമായിരുന്നു എന്ന് തീർച്ചയായിട്ടും പൊതുജനങ്ങൾ അംഗീകരിക്കും. അത്തരമൊരു തീരുമാനത്തിന് ബോച്ചയ്ക്ക് 1000 നന്മകൾ നമ്മളും ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും ബോച്ചയുടെ കോഴിക്കോട് ശാഖ ഉദ്ഘാടനത്തിന് മൊണാലിസയെ കാണാനായി നിങ്ങൾ ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയെ തീർച്ചയായും വീണ്ടും നല്ലൊരു വീഡിയോ ആയി കിടന്നവരെ നന്ദി, നമസ്കാരം.